ഓക്കെ. അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ചിരുന്നത് പോസിറ്റീവ് സൈക്കോളജിയുടെ ഉത്ഭവവും അതിന്റെ ആദ്യകാല നേതാക്കന്മാരും അതിലെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളും അതിലെ 2 വേവുകളുമായിരുന്നു. അതായത് PP1, PP2 പിന്നെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റായ വെൽബീയിങ് എന്നതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ അതിലെ അവസാന ഭാഗത്തേക്ക് നീങ്ങാണ്. പോസിറ്റീവ് സൈക്കോളജി ആൻഡ് അതർ ഏരിയാസ് ഓഫ് സൈക്കോളജി. സൈക്കോളജിയിലെ മറ്റു ഏരിയകൾ, മറ്റുള്ള ഭാഗങ്ങളുമായിട്ട് ഇതിനെന്ത് ബന്ധമുണ്ട്? ഇത് അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? അതല്ല അത് ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? എന്ന വിഷയങ്ങളൊക്കെയും ചർച്ച ചെയ്യുന്നു. പ്രധാനമായിട്ട് ഒന്നാമത് ഹെൽത്ത് സൈക്കോളജി. ഹെൽത്ത് സൈക്കോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹെൽത്തിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സാധാരണ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്നത് ശാരീരികമായ ഒരു സുഖം അല്ലെങ്കിൽ അസുഖമൊന്നും ഇല്ലാത്തൊരവസ്ഥ എന്നുള്ളതാണ്. എന്നാൽ WHO പോലും പറയുന്നത് ശാരീരികമായ അല്ലെങ്കിൽ പുറത്ത് കാണുന്ന അസുഖം അതിനേക്കാൾ ഉപരി മാനസികവും കൂടിയുള്ള ഒരു സംതൃപ്തി വേണം. ഒരു കോംപ്രഹെൻസീവ് സാധനമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പോസിറ്റീവ് സൈക്കോളജിയുടെ ഉത്ഭവത്തിന് കാരണമായ ചില ചിന്തകൾ അല്ലെങ്കിൽ പോസിറ്റീവ് സൈക്കോളജിയും ഇവരും ഒന്നിച്ചു പോകുന്ന ചില മേഖലകൾ നമുക്ക് കാണാൻ സാധിക്കും. നെഗറ്റീവ് ഇമോഷൻസ് പലപ്പോഴും നമുക്ക് സ്ട്രെസ്സ്, ആങ്സൈറ്റി ഒക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ അതിൻ്റെ ഇമ്പാക്റ്റ് നെഗറ്റീവ്ലി നമ്മുടെ ഹെൽത്തിനെ ബാധിക്കും. അത് ക്രമേണ നെർവസ് സിസ്റ്റത്തെയും എൻഡോക്രൈൻ സിസ്റ്റത്തെയും ഇമ്മ്യൂൺ സിസ്റ്റത്തെയും അപ്പോൾ സ്ട്രെസ്സുകൾ, പിരിമുറുക്കങ്ങൾ, ആങ്സൈറ്റികൾ ഉണ്ടാകുമ്പോൾ, ദുഃഖങ്ങൾ, വ്യസനങ്ങൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കാരണമായി നമ്മുടെ നെർവസ് സിസ്റ്റം, എൻഡോക്രൈൻ സിസ്റ്റം, ഇമ്മ്യൂൺ സിസ്റ്റം ഇതിനൊക്കെ ബാധിക്കുന്നു. അത് നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നാക്കുകയാണെങ്കിൽ, അതായത് ചിന്തകൾ നന്നാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെസ്സ് മറികടക്കാനുള്ള വഴികൾ കണ്ടെത്തുകയാണെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. അപ്പോൾ ഇമോഷൻസ്, നെഗറ്റീവ് ഇമോഷൻസ് നമ്മുടെ ഹെൽത്തിനെ നെഗറ്റീവായി ബാധിക്കുന്നു എന്ന ഒരു കോൺസെപ്റ്റ് പലപ്പോഴും പോസിറ്റീവ് സൈക്കോളജിക്ക് അത് അങ്ങോട്ട് പോസിറ്റീവ് സൈക്കോളജിക്ക് ഈ പറഞ്ഞ നോർമൽ സൈക്കോളജിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആയിരുന്നു. അങ്ങനെയുള്ള ആ പഠനത്തിൽ നിന്ന് ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു പുതിയ ടെർമിനോളജി എന്ന സൈക്കോളജി കാണാൻ സാധിക്കും. സൈക്കോ ന്യൂറോ ഇമ്മ്യൂണോളജി. സൈക്കോളജി, ന്യൂറോളജി, ഇമ്മ്യൂണോളജി ഇത് മൂന്നും കൂടി. അതായത് ഈ പഠനം, ഈ സൈക്കോ ന്യൂറോ ഇമ്മോളജി എന്ന ആ ഒരു ഏരിയ, ആ ഭാഗം തന്നെ പഠിക്കുന്നതാണ് ഹൗ മൈൻഡ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ഇൻഫ്ലുവൻസ് ഇമ്മ്യൂൺ ഫങ്ഷൻ ആൻഡ് ഹെൽത്ത്. മാനസിക ചിന്തകൾ അല്ലെങ്കിൽ മനസ്സിലുണ്ടാകുന്ന വ്യവഹാരങ്ങളായ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊരു വസ്തുവിനോടുള്ള സമീപനം. ആ സമീപനം നന്നാക്കുകയാണെങ്കിൽ നമുക്ക് മെൻ്റൽ ആറ്റിറ്റ്യൂഡ് നന്നായി, അഥവാ മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ ഒരു സംതൃപ്തി ഉണ്ടാകും, ഹാപ്പി ഉണ്ടാകും, ജോയ് ഉണ്ടാകും. അത് കാരണം നമ്മുടെ ഹെൽത്ത് ഉഷാറാകും. അപ്പോൾ നമ്മുടെ മാനസിക നില അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ, നമ്മുടെ കാഴ്ചപ്പാടുകൾ അതിനെ പോസിറ്റീവായിട്ട് കൊണ്ടുവരാനുള്ള മാർഗം, അത് പോസിറ്റീവ് ആക്കിയാൽ തന്നെ നമ്മുടെ ഹെൽത്ത് പോസിറ്റീവ് ആകും എന്ന ഒരു ചിന്ത സൈക്കോ ന്യൂറോ ഇമ്മോളജി എന്ന നേരത്തെ പറഞ്ഞത് നെഗറ്റീവ് ചിന്തകൾ, നെഗറ്റീവ് ഇമോഷൻസ് നമ്മുടെ ഹെൽത്തിനെ നെഗറ്റീവായി ബാധിക്കുന്നു എന്നത് പറഞ്ഞ പോലെ തന്നെ പോസിറ്റീവ് ഇമോഷൻസും ഹെൽത്തിനെ പോസിറ്റീവായി ബാധിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞാൽ ഒരു പഠനം, ബാർബറ ഫ്രെഡറിക്സിന്റെ ഒരു പഠനം തന്നെ, ആ പഠനത്തിന്റെ പേര് ബ്രോഡൻ ആൻഡ് ബിൽഡ് തിയറി എന്നാണ്. ബ്രോഡ് ചെയ്യും തോറും ബിൽഡ് ചെയ്തു വരും. അതായത് നമ്മുടെ ചിന്തകൾ അത് പോസിറ്റീവായി അല്ലെങ്കിൽ ഒന്നുകൂടി ഹാപ്പിനെസ്സിനെ കുറിച്ച് ചിന്തിക്കുക, അല്ലെങ്കിൽ ഒന്നുകൂടിയും നമുക്കുണ്ടാകുന്ന സന്തോഷങ്ങൾ, ഹാപ്പി, ജോയ് അല്ലെങ്കിൽ ലവ്, പോസിറ്റീവായ കുറേ കോൺസെപ്റ്റ് അത് അത് അപ്പോൾ ആ മേഖലയിൽ നമ്മൾ കുറച്ച് ബ്രോഡൻ ആവുകയാണ്. അഥവാ ഹാപ്പിനെസ് കൂട്ടുകയാണെങ്കിൽ, ലവും കെയറും അല്ലെങ്കിൽ അറ്റൻഷനും ഫ്ലറിഷ്നെസ്സും കൂട്ടുകയാണെങ്കിൽ അത് കാരണം ബിൽഡ് ഉണ്ടാവുന്നു. അതായത് നമ്മൾ മാനസികമായും ശാരീരികമായും സാമൂഹികമായും അതിനേക്കാൾ ഉപരി എല്ലാ നിലയിലുമുള്ള വളർച്ച ഉണ്ടാവുന്നു. അപ്പോൾ ഇമോഷണൽ ആസ്പെക്റ്റിൽ അല്ലെങ്കിൽ വൈകാരികമായ ആസ്പെക്റ്റിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ നന്മകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ പോസിറ്റീവ് ചെറിയ ഇൻപുട്ടുകൾ തന്നെ നമ്മൾ സാമൂഹികമായും അതുപോലെ തന്നെ എല്ലാ നിലയിലും വളരാനുള്ള ഒരു കാരണമാകുന്നു എന്നാണ് ഈ പഠനം സൂചിപ്പിക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ ലവ്, അതുപോലെ ജോയ്, പേഴ്സണൽ റിസോഴ്സസ് ഒക്കെ നമ്മുടെ വെൽബീയിങ്ങിന് കാരണമാകുന്നു. അതിനോടനുബന്ധിച്ച് ഒരു പഠനം തന്നെ കാണാൻ സാധിക്കും. നൺ സ്റ്റഡി എന്നാണ് ഇതിന് പറയുന്നത്. അതായത് കന്യാസ്ത്രീകളൊക്കെ ഉണ്ടല്ലോ, അവർ ജീവിതത്തിലുടനീളം സ്നേഹം കൊടുത്തുകൊണ്ടും ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ടും പിന്നെ സർവീസ് മെൻറ്റാലിറ്റി ഉള്ളത് അല്ലേ, അവരുടെ ജീവിതം തന്നെ പാവങ്ങളെ സഹായിക്കാനും മറ്റുള്ളവരെ സഹായിക്കാൻ, അങ്ങനെ മറ്റുള്ളവരെ സഹായിക്കുക അല്ലെങ്കിൽ സ്നേഹം കാണിക്കുക അല്ലെങ്കിൽ കെയർ ചെയ്യുക, ഒരു അഫെക്ഷനേറ്റ് ആകുക, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കൂടുതലുള്ള ആൾക്കാർ മറ്റുള്ളവരെക്കാൾ കൂടുതൽ കാലം ജീവിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ആയുസ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ പോസിറ്റീവ് ഇമോഷൻസ് കീപ്പ് ചെയ്യുമ്പോൾ അത് നമ്മളെ പോസിറ്റീവ്ലി ഹെൽത്തിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ പോസിറ്റീവ് സൈക്കോളജിയും ഹെൽത്ത് സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഇമോഷൻ നെഗറ്റീവ് ആയാൽ നമ്മുടെ ഹെൽത്തിനെ നെഗറ്റീവായി ബാധിക്കും, ഇമോഷൻസും ഫീലിങ്സും നമ്മുടെ ചിന്തകളൊക്കെ പോസിറ്റീവ് ആയാൽ അത് നമ്മുടെ ഹെൽത്തിനെ പോസിറ്റീവായി ബാധിക്കുന്നു.
ആ ഒരു ഭാഗമാണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇനി പോസിറ്റീവ് സൈക്കോളജിയും ക്ലിനിക്കൽ സൈക്കോളജിയുള്ള ബന്ധം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സൈക്കോളജി എന്ന് പറഞ്ഞാൽ തന്നെ ആദ്യം കേൾക്കുന്നതാണ് മാനസികമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ രോഗങ്ങൾ, അതിന് പരിഹാരം കാണുക എന്നുള്ളതാണ്. അത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ പോസിറ്റീവ് സൈക്കോളജിക്ക് കാരണമായ ചില ചിന്തകൾ നമ്മൾ നെഗറ്റീവ് മാത്രം ചിന്തിക്കരുത്, മറിച്ച് പോസിറ്റീവായ കുറെ കാര്യങ്ങൾ നമ്മുടെ ശരീരം നമുക്കുണ്ട്. അപ്പോൾ പോസിറ്റീവായ ചില കാര്യങ്ങൾ നമുക്കുണ്ട് എന്ന ഒരു ചിന്ത, അഥവാ പോസിറ്റീവിലേക്കുള്ള ആ ഒരു ചലനമാണ് പോസിറ്റീവ് സൈക്കോളജിയുടെ ഉത്ഭവത്തിന് കാരണമായി എന്ന് പറഞ്ഞത്. അപ്പോൾ ക്ലിനിക്കൽ സൈക്കോളജിയിൽ ഉണ്ടായിരുന്ന പല ചിന്തകളും പല കാഴ്ചപ്പാടുകളും പതുക്കെ ഇങ്ങനെ മാറ്റിയപ്പോൾ അത് പോസിറ്റീവ് സൈക്കോളജിയുടെ വളർച്ചയ്ക്ക് കാരണമായി. അഥവാ പോസിറ്റീവ് സൈക്കോളജിയിലെ ചില കോൺസെപ്റ്റുകൾ, പല കോൺസെപ്റ്റുകളും ക്ലിനിക്കൽ സൈക്കോളജിയിൽ പരിഹാരമായി നിർദ്ദേശിക്കാൻ പറ്റുന്നതായിട്ടുണ്ട്. ഇപ്പോൾ ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ മാനസിക രോഗങ്ങളെക്കുറിച്ച് പഠിക്കുന്നു, അതിൻ്റെ സിംറ്റംസിനെ കുറിച്ച് പഠിക്കുന്നു, അതിൻ്റെ കാരണത്തെക്കുറിച്ച് പഠിക്കുന്നു. ഇനി അതിന് സൊല്യൂഷൻ വേണം. ഈ സൊല്യൂഷൻ പോസിറ്റീവ് സൈക്കോളജിയിലെ കോൺസെപ്റ്റാണ്. അപ്പോൾ പരസ്പര ബന്ധിതമാണ്. എങ്ങനെ പറയുകയാണെങ്കിൽ മെഡിക്കൽ മോഡൽ, ഉദാഹരണം നമ്മൾ പറയുക എന്താ വെച്ചാൽ മെഡിക്കൽ എന്ന് പറയുമ്പോൾ നമ്മളൊരു എന്താ പറയുക മെഡിസിൻ മേഖലയിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഓരോ രോഗങ്ങൾക്ക് ഒരു കാരണം ഉണ്ടാകും അല്ലേ? ഇപ്പോൾ കുട്ടിക്ക് പഠിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ മൈൻഡിൽ നിൽക്കുന്നില്ല, അപ്പോൾ എന്താണ്, തലച്ചോറിൻ്റെ ഏതോ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ടാണ്. അല്ലെങ്കിൽ കേൾക്കുന്നില്ല, അപ്പോൾ അത് മറ്റൊരു ഭാഗവുമായി അങ്ങനെ ഒരു ഒരു മെഡിക്കൽ, അതായത് ബയോളജിയുമായി കണക്റ്റഡ് ആയിരുന്നു ഒരു കാലത്ത് ക്ലിനിക്കൽ സൈക്കോളജിയുടെ പഠനങ്ങൾ. അതിൽ നിന്ന് പതുക്കെ സ്വിച്ച് ചെയ്ത് പിന്നെന്താ ചെയ്തു, അതിനേക്കാൾ ഉപരി മറ്റൊരു മേഖലയിലേക്ക് നീങ്ങി. പിന്നെ ബിഹേവിയർ തെറാപ്പി വെക്കുക. ഇപ്പോൾ ഉദാഹരണം ക്ലിനിക്കൽ സൈക്കോളജിയിൽ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ബിഹേവിയർ തെറാപ്പി. നമ്മളെന്താ മനസ്സിലാക്കിയിരുന്നത്, നമ്മുടെ ബിഹേവിയറിലെ പ്രശ്നങ്ങൾ പലപ്പോഴും നമ്മുടെ ബിഹേവിയർ മോശമാകാനുള്ള കാരണം, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക അബ്നോർമൽ ബിഹേവിയറിന്റെ കാരണം നമ്മൾ പഠിച്ചെടുത്ത പഠനത്തിലുണ്ടായിരുന്ന ഡെഫിസിറ്റുകളാണ്, അല്ലെങ്കിൽ പഠനത്തിലുണ്ടായിരുന്ന എക്സസ് ആണെന്നുള്ള പഠനം. ആ ഒരു ചിന്തയായിരുന്നു ബിഹേവിയറൽ തെറാപ്പിയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നത്. മറിച്ച് പോസിറ്റീവ് സൈക്കോളജി അതിനെ മാറ്റിയെടുത്തിട്ടുണ്ട്. നെഗറ്റീവിലേക്ക് കൂടുതൽ ചിന്തിക്കാതെ പോസിറ്റീവ് ആസ്പെക്ട് കൂടി കൂടുതൽ പരിഗണിക്കുക, പ്രൊമോട്ട് ചെയ്യുക എന്നതാണ്. ഇനി കൊഗ്നിറ്റീവ് തെറാപ്പിയിൽ പറയുന്നത് വെച്ചാൽ നമ്മുടെ ഇറേഷണൽ ബിലീഫുകൾ അല്ലെങ്കിൽ ഇറേഷണൽ തോട്ടുകൾ അത് പലപ്പോഴും എന്താവുന്നുണ്ട്, നെഗറ്റീവ് ഇമോഷന് കാരണമാകുന്നുണ്ട് അല്ലേ? അതിനെ നമ്മൾ എങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നത്? ഇറേഷണൽ തോട്ടിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി നമ്മുടെ തോട്ടുകൾ പോസിറ്റീവ് ആക്കുക, നമ്മുടെ ചിന്തകൾ പോസിറ്റീവ് ആക്കുക. അപ്പോൾ എന്താകും, നമ്മുടെ ഇമോഷൻസ് പോസിറ്റീവ് ആകും. അപ്പോൾ പോസിറ്റീവ് ഇമോഷൻസ് കിട്ടാൻ പോസിറ്റീവായി ചിന്തിക്കുക എന്ന ഒരു തിയറി അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റാണ് പോസിറ്റീവ് സൈക്കോളജി കൊണ്ട്. അപ്പോൾ ക്ലിനിക്കൽ സൈക്കോളജി എപ്പോഴും രോഗങ്ങൾ കണ്ടെത്തുകയും അത് പരിഹരിക്കുകയും എന്ന വഴിയിൽ ചിന്തിക്കുമ്പോൾ, പോസിറ്റീവ് സൈക്കോളജി രോഗം എന്നതിനേക്കാൾ ഉപരി നമ്മളിലുള്ള നന്മകൾ, ഗുണങ്ങൾ, നന്നാകാനുള്ള വശങ്ങൾ അതിലേക്ക് പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ ക്ലിനിക്കൽ സൈക്കോളജിക്ക് സൊല്യൂഷനായി കൊടുക്കാനുള്ളത് പോസിറ്റീവ് സൈക്കോളജിയിലെ ചിന്തകളും കാഴ്ചപ്പാടുകളുമാണ്. കൊഗ്നിറ്റീവ് തെറാപ്പിയിലുള്ള ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി എപ്പോഴും എന്താണ്, മനുഷ്യന് ജന്മസിദ്ധമായി ചില വളരുവാനും കുറച്ചുകൂടി അച്ചീവ്മെന്റ് ഉണ്ടാക്കാനും സെൽഫ് ആക്ച്വലൈസേഷൻ ഒക്കെ ഒരു ചിന്തയുണ്ട്, അല്ലെങ്കിൽ മനുഷ്യന്റെ ഉള്ളിൽ അങ്ങനെ ഒരു അഭിവാഞ്ചയുണ്ട് എന്നാണ് പറഞ്ഞത്. പോസിറ്റീവ് സൈക്കോളജി പറഞ്ഞത് ഇത്. എന്നാൽ ക്ലിനിക്കൽ സൈക്കോളജി ആ ഭാഗത്തേക്കല്ല നോക്കുന്നത്, പോരായ്മയിലേക്ക് നോക്കുന്നത്. അപ്പോൾ ആ ഭാഗം മാറ്റി വെച്ചിട്ട് വളരാനും നന്മ ചെയ്യുവാനും ഉയരുവാനുള്ള കഴിവ് മനുഷ്യനുണ്ട് എന്ന ആ ആസ്പെക്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഡെവലപ്മെന്റൽ സൈക്കോളജിയിലേക്ക് പോവുകയാണെങ്കിൽ, ഡെവലപ്മെന്റൽ സൈക്കോളജി പൊതുവെ മനുഷ്യന്റെ ഡെവലപ്മെന്റിനെ കുറിച്ച് പറയുന്നു. അതായത് ഒരു കുഞ്ഞ് ജനിച്ച് അതിങ്ങനെ വളർന്നു വരുമ്പോൾ പലപ്പോഴും കുഞ്ഞിന്റെ വളർച്ചയിൽ എന്തെങ്കിലും ചെറുപ്പകാലത്തുണ്ടാകുന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അവൻ അനുഭവിച്ച പീഡനങ്ങൾ, അല്ലെങ്കിൽ അവൻ അനുഭവിച്ച തിക്ത അനുഭവങ്ങൾ, അത് പലപ്പോഴും അവന്റെ ജീവിതത്തെ ബാധിക്കുന്നു, മുരടിപ്പിക്കുന്നു. അപ്പോൾ മനുഷ്യൻ അബ്നോർമലായി പെരുമാറാൻ അല്ലെങ്കിൽ മോശമായി പെരുമാറേണ്ട കാരണം അവന്റെ ചെറുപ്പകാലത്തുള്ള ഓരോ അനുഭവങ്ങളാണ്, അല്ലെങ്കിൽ ചെറുപ്പകാലത്ത് അവനെ നേരിടേണ്ടി വന്നതാണ് എന്നൊക്കെയാണ് നമ്മൾ സൈക്കോ ഡൈനാമിക് തിയറിയിലും അല്ലെങ്കിൽ സൈക്കോ അനലിറ്റിക്കൽ തിയറിയിലൊക്കെ പഠിക്കുന്നത്. കോൺഷ്യസ്നെസ്, സബ് കോൺഷ്യസ് എന്ന് പറഞ്ഞിട്ട് ആ സബ് കോൺഷ്യസും അല്ലെങ്കിൽ അൺകോൺഷ്യസും അതിലൊക്കെ നമ്മൾ പറയുന്നത് എന്താണ്, അൺകോൺഷ്യസ് ആയി കുറേ സാധനങ്ങൾ നമ്മൾ അറിയാതെ അവിടെ അടിഞ്ഞു കിടക്കുന്നുണ്ട്. അവസരങ്ങൾ കിട്ടുമ്പോൾ അത് വരുന്നു, അത് നമ്മളെ ബാധിക്കുന്നുണ്ടെന്ന്. എന്നാൽ അങ്ങനെയല്ല. അങ്ങനെയൊക്കെയാണ് എങ്കിലും മനുഷ്യന് അതിനെയും മറികടക്കാൻ, അതിനെയും ഓവർകം ചെയ്യാൻ, അതിനൊരു സൈഡിലേക്ക് നീക്കിയിട്ട് നന്മകളിലേക്ക് ഫോക്കസ് ചെയ്ത് മനുഷ്യന് വളരാനുള്ള കഴിവുണ്ട് എന്നാണ് നമ്മൾ പോസിറ്റീവ് സൈക്കോളജി പറയുന്നത്. അപ്പോൾ ഡെവലപ്മെന്റൽ സൈക്കോളജിയുടെ പഴയ ആ ഒരു കോൺസെപ്റ്റിനെ പുതിയൊരു രീതിയിലേക്ക് മാറ്റിയിട്ട് അതവിടെ ഉണ്ട് എങ്കിലും അതിനേക്കാൾ വലിയ വശം, അഥവാ നന്മയുടെ ഒരു വശം മനുഷ്യനുണ്ട്. അതാണ് മനുഷ്യന്റെ റെസിലിയൻസ് എന്ന് പറഞ്ഞത്. റെസിലിയൻസ് എന്ന കോൺസെപ്റ്റിലൂടെ എന്താണ് പഠിപ്പിക്കുന്നത്, എന്ത് പ്രയാസങ്ങളും എന്ത് ബുദ്ധിമുട്ടുകളും ഏത് സമയത്ത് എവിടെ വന്നാലും അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കുക
ചിന്തിക്കുവാനും മലയുടെ അപ്പുറത്തേക്ക് കയറുവാനുള്ള ഒരു കഴിവ് മനുഷ്യനുണ്ട് എന്ന ഒരു ചിന്ത അത് പോസിറ്റീവ് സൈക്കോളജി കൊടുത്തതാണ്. അതല്ലെങ്കിൽ ഈ ചിന്തകൾ നമ്മൾ എന്താ പറയുക, ഇത് തമ്മിൽ കണക്റ്റഡ് ആണ്. അപ്പോൾ ഡെവലപ്മെന്റ് സൈക്കോളജിയിൽ നമ്മൾ പഠിച്ചിരുന്നതിൽ നിന്ന് ചെറിയ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ റെസിലിയൻസ് പോലത്തെ ചില പോസിറ്റീവ് സൈക്കോളജിയുടെ കോൺസെപ്റ്റുകൾ അതിന്റെ സഹായം അതിന്റെ ഭാഗമായി വന്ന ഒരു ഇതാണ്. ഇപ്പോൾ നമ്മൾ PTSD എന്ന് പറയാറുണ്ടല്ലോ, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്നുള്ളത് അല്ലേ. അതായത് ഒരു ട്രോമ, ഒരു അപ്രതീക്ഷിതമായ എന്തെങ്കിലും സംഭവിച്ചാൽ, ഇപ്പോൾ വയനാടുള്ള ആൾക്കാരുടെ അപ്പോൾ നമുക്കറിയാലോ, അത് ലാൻഡ് സ്ലൈഡ് സംഭവിച്ചപ്പോൾ വയനാട് ഇപ്പോൾ വലിയൊരു മഴ വന്നു. ആ മഴ കാരണം അവിടെയുള്ള കുറേ ആൾക്കാർ ദുരിതം അനുഭവിക്കുകയാണ്. അതൊരു എന്താ പറയുക, ഒരു ട്രോമയാണ്, അപ്രതീക്ഷിതമായി. അതിനുശേഷം ഒരു 2-3 മാസം കഴിഞ്ഞാൽ അതിൻ്റെ തിക്തഫലങ്ങൾ മാനസികമായി കുട്ടികളിലും അവിടെയുള്ള ആൾക്കാരിലും മറ്റുള്ളവരിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ സ്ട്രെസ് കാരണം അവർ ലൈഫ് ഡിസോർഡറിലേക്കാകും. അതാണ് പോസ്റ്റ് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ശരിയാണ്. പക്ഷേ അതിനെയും മറികടക്കാനുള്ള കഴിവ് മനുഷ്യനുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെ മറികടക്കുവാനും അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കുവാനും വഴികൾ കണ്ടെത്തുവാനും മനുഷ്യനുള്ള കഴിവുണ്ട് എന്നാണ് പോസിറ്റീവ് സൈക്കോളജി പറയുന്നത്. അതാണ് പോസ്റ്റ് ട്രോമാറ്റിക് ഗ്രോത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ട്രോമയുണ്ട്, പക്ഷെ ആ ട്രോമയുടെ തിക്തഫലങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ദുരിതങ്ങൾ, സൈഡ് എഫക്റ്റ്, അതിനെയും മറികടന്ന് അതിനേക്കാൾ മേലോട്ട് വളരാനുള്ള കഴിവ് മനുഷ്യനുണ്ട് എന്ന ഒരു കോൺസെപ്റ്റാണ് PTG എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പോസിറ്റീവ് സൈക്കോളജിയുടെ പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഡെവലപ്മെന്റ് സൈക്കോളജിയിൽ എപ്പോഴും നെഗറ്റീവ് ഭാഗമാണ് ചിന്തിക്കുന്നതെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് പോസിറ്റീവായ ചില വശങ്ങളും മനുഷ്യനുണ്ട്, അല്ലെങ്കിൽ മനുഷ്യന് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഒരു ചിന്ത. പേഴ്സണാലിറ്റി ആൻഡ് സൈക്കോളജി. പേഴ്സണാലിറ്റിയിൽ നമ്മൾ പൊതുവെ പഠിക്കാറുള്ള എന്താണ്, മനുഷ്യനെ മനുഷ്യനാക്കുന്ന ചില ഘടകങ്ങളുണ്ട് അല്ലേ. ആ ആ ഒരു പഴയ ചിന്തയിൽ നിന്നും ഒരു ഹിസ്റ്ററിക്കലായ ഒരു ചേഞ്ച് ആണ് നമുക്ക് ഈ പോസിറ്റീവ് സൈക്കോളജിയുമായിട്ട് കണക്ഷൻ ഉണ്ടായപ്പോൾ, ഈ പോസിറ്റീവ് സൈക്കോളജി വന്നപ്പോൾ കാണാൻ സാധിച്ചത്. അതായത് വെർച്യു, ക്യാരക്ടർ എന്നുള്ളതൊക്കെ എന്താണ്, ആദ്യകാലത്ത് അങ്ങനെ ഒരു സംഭവമൊന്നും ഇല്ല. വെർച്യു എന്ന് പറഞ്ഞാൽ എന്താണ്, വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊന്നും സയന്റിഫിക്കലി നമുക്ക് അളക്കാൻ കഴിയാത്തതോ സയന്റിഫിക്കലി ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റാത്തതോ തെളിയിക്കാനോ പറ്റാത്തതോ, അതുകൊണ്ട് സൈക്കോളജിയിൽ അതൊന്നും പരിഗണിച്ചിരുന്നില്ല. പക്ഷേ ഇന്നോ പോസിറ്റീവ് സൈക്കോളജിയുടെ ഭാഗമായിട്ട് വാല്യൂ എന്ന സാധനം, വാല്യൂ ഇല്ലാത്തത് കൊണ്ട് അതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയാണ് പോസിറ്റീവ് സൈക്കോളജി ഉണ്ടായിട്ടുള്ളത്. വെർച്യു കീപ്പ് ചെയ്യുകയാണെങ്കിൽ, ക്യാരക്ടർ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ മനുഷ്യന് വളരാൻ പറ്റും, മനുഷ്യൻ നമ്മൾ കരുതിയതിനേക്കാൾ വലിയ പ്രൊഡക്റ്റീവ് ആകും എന്ന ചിന്തയാണ് പോസിറ്റീവ് സൈക്കോളജി കൊണ്ടുവന്നത്. അപ്പോൾ പേഴ്സണാലിറ്റി സൈക്കോളജിക്ക് അന്ന് എന്താ പറയുക, അവരുടെ ഡിക്ഷണറിയിൽ ഇല്ലാത്ത അല്ലെങ്കിൽ അവർ പരിഗണിക്കാത്ത പല കോൺസെപ്റ്റുകളെയും പല ആശയങ്ങളെയും പോസിറ്റീവ് സൈക്കോളജി ഒന്നതിന് ശേഷം ഈ എന്താ പറയുക പേഴ്സണാലിറ്റി സൈക്കോളജി ഉൾക്കൊള്ളേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ പോസിറ്റീവ് ട്രൈറ്റ്സുകൾ, ആദ്യകാലത്ത് ട്രൈറ്റ് പറയുന്നുണ്ടെങ്കിലും അവിടെ പോസിറ്റീവ് ട്രൈറ്റുകളെ കുറിച്ച് പറയാറുണ്ട്. ട്രൈറ്റ് തിയറിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ടൈപ്പ് തിയറി, ട്രൈറ്റ് തിയറി, പിന്നെ അതുപോലെ 16PF തിയറി. അവിടെ ഒന്നും ഈ പറഞ്ഞ പോസിറ്റീവ് ട്രൈറ്റുകളെ കുറിച്ച് പറയുന്നില്ല. പക്ഷേ പോസിറ്റീവ് സൈക്കോളജി എന്ന ഒരു ബ്രാഞ്ച് വന്നതോടുകൂടെ ഹോപ്പ്, ഒപ്റ്റിമിസം, സെൽഫ് എസ്റ്റീം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്താ പറയുക ചർച്ചയ്ക്ക് വിധേയമാവുകയും അത് കൂട്ടാനുള്ള മാർഗ്ഗങ്ങൾ, അത് കാരണം സമൂഹത്തിൽ എങ്ങനെ മെച്ചമുണ്ടാവും, വ്യക്തിയിൽ എങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാവും, ഇങ്ങനെയുള്ള പഠനങ്ങൾ വന്നു. അപ്പോൾ പോസിറ്റീവ് സൈക്കോളജിയും പേഴ്സണാലിറ്റിയുള്ള ബന്ധം എന്ന് വെച്ചാൽ പല ആശയങ്ങളും പല ചിന്തകളും പല അവഗണിക്കപ്പെടുന്ന കോൺസെപ്റ്റുകളും പോസിറ്റീവ് സൈക്കോളജിയുടെ ആവിർഭാവത്തോടുകൂടെ പേഴ്സണാലിറ്റി സൈക്കോളജിയിൽ വലിയ ചർച്ചയ്ക്ക് വിധേയമാവുകയും അതിനെക്കുറിച്ചുള്ള റിസർച്ചുകളും തിയറികളും വന്നിട്ടുണ്ട്. ഇനിയുള്ളത് സോഷ്യൽ സൈക്കോളജി. സോഷ്യൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചൊരു പേപ്പറാണ് അല്ലേ. സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ആഘാതങ്ങൾ, പ്രത്യാഘാതങ്ങൾ, അത് വ്യക്തിയെ എങ്ങനെ ബാധിക്കുന്നു, വ്യക്തിയുടെ പ്രവർത്തനങ്ങൾ സൊസൈറ്റിയെ എങ്ങനെ ബാധിക്കുന്നു എന്നൊക്കെ പറഞ്ഞ കുറേ കാര്യങ്ങളാണെങ്കിൽ നമ്മൾ പഠിച്ച് സോഷ്യൽ സൈക്കോളജി പഠിച്ചപ്പോൾ അതിൽ കുറേ തിയറികൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വ്യക്തിയുടെ പ്രവർത്തനങ്ങൾ കുടുംബത്തെയും സൊസൈറ്റിയെയും എങ്ങനെ ബാധിക്കുന്നു, സൊസൈറ്റിയുടെ സ്വാധീനം അല്ലെങ്കിൽ സൊസൈറ്റിയുടെ നിലനിൽപ്പ് അത് വ്യക്തിയുടെ വളർച്ചയെ എങ്ങനെ സ്വാധീനിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് രീതിയിലൊക്കെ സ്വാധീനിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട കുറേ ചർച്ചകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മനുഷ്യനാണെങ്കിൽ തന്നെ എന്താണ്, സമൂഹമായി ജീവിക്കണം, സമൂഹമായിട്ട് ജീവിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ അറിയുന്നുണ്ട്. അപ്പോൾ അന്ന് എന്താ പറയുക സൈക്കോളജിയിൽ ഈ ഒരു ഗുഡ്നെസ്സിൻ്റെ അല്ലെങ്കിൽ വെൽനെസ്സിൻ്റെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നെന്താ, ഈ പോസിറ്റീവ് സൈക്കോളജി വന്നപ്പോൾ സോഷ്യൽ സൈക്കോളജിയിൽ ഇന്ന് സമൂഹ നന്മയ്ക്ക് വേണ്ട കുറേ കോൺസെപ്റ്റുകളും എന്ത് ചെയ്തു, ഈ പോസിറ്റീവ് സൈക്കോളജി പ്രൊഡ്യൂസ് ചെയ്യും, കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഉദാഹരണം സോഷ്യൽ വെൽബീയിങ്, വ്യക്തികളുടെ വെൽബീയിങ് ആണ് അന്ന് മനുഷ്യർ ചിന്തിച്ചിരുന്നത്. ഇന്ന് അങ്ങനെയല്ല, വ്യക്തികൾ ഉൾക്കൊള്ളുന്ന സമൂഹത്തിന്റെ അവൻ. അപ്പോൾ സോഷ്യൽ വെൽബീയിങ്ങിന് വേണ്ട ചില തിയറി, അതുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങളൊക്കെ സൂചിപ്പിക്കുന്ന സോഷ്യൽ ഇൻ്റഗ്രേഷൻ ആൻഡ് സോഷ്യൽ ആക്സെപ്റ്റൻസ് ഈ ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. അതായത് ഏതൊരു സമൂഹത്തിൻ്റെയും പൂർണ്ണമായ വളർച്ചയ്ക്ക് അവിടെ എന്താണ്, ഒരു ഇൻ്റഗ്രേഷൻ വേണം.
വ്യത്യസ്തമായ ബാക്ക്ഗ്രൗണ്ടിലുള്ള, വ്യത്യസ്തമായ ചിന്താഗതികളുള്ള, വ്യത്യസ്തമായ ആശയധാരകളുള്ള, വ്യത്യസ്തമായ കൾച്ചറുകളുള്ള, വ്യത്യസ്തമായ റിലീജിയനുള്ള, അങ്ങനെ എല്ലാം കൊണ്ട് വ്യത്യസ്തമായ ആൾക്കാർ അവർ സമഞ്ജസമായി ഇൻ്റഗ്രേറ്റഡ് ആയി ജീവിക്കുമ്പോൾ മാത്രമേ അവിടെ സോഷ്യൽ വെൽബീയിങ് ഉണ്ടാവുന്നുള്ളൂ. മാത്രമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ആക്സെപ്റ്റ് ചെയ്യുമ്പോഴേ അവിടെ സോഷ്യൽ വെൽബീയിങ് ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ അതിനുള്ള വഴികൾ പോസിറ്റീവ് സൈക്കോളജി പറയുന്നുണ്ട്. അതെന്താ ഈ സോഷ്യൽ സൈക്കോളജിയുടെ പുതിയ ഡെവലപ്മെന്റ് കാരണമായിട്ടുണ്ട്. ഇനി കൾച്ചറൽ ഡിഫറൻസസ്. പണ്ട് നമ്മൾ മനസ്സിലാക്കിയിരുന്നത് ഹാപ്പിനെസ്, നമുക്കറിയാം ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഓരോ കൾച്ചറിൽ ഓരോ രീതിയിലാണ്. ഉദാഹരണം അമേരിക്കക്കാരൻ എന്താണോ ഹാപ്പിനെസ് ആയി കാണുന്നത് അതായിരിക്കില്ല ജപ്പാൻ, അതായിരിക്കില്ല ചൈനക്കാരന്, അതായിരിക്കില്ല ഇന്ത്യക്കാരന്, അതല്ലെങ്കിൽ ഒരു റിലീജിയനിൽ ഹാപ്പിനെസ് ആയി കാണുന്ന അതായിരിക്കില്ല മറ്റൊരു റിലീജിയനിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇതാണുള്ളത്. അപ്പോൾ പക്ഷേ പഴയ കാലത്ത് അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് അല്ലെങ്കിൽ ഒരു വെസ്റ്റേൺ കൾച്ചറിലെ ആ ഒരു ഹാപ്പിനെസ്സിൽ നിന്നും നമ്മുടെ ചിന്തയെ ട്വിസ്റ്റ് ചെയ്ത് മാറ്റിയിട്ട് ഒന്നുകൂടി ഈസ്റ്റേൺ അല്ലെങ്കിൽ വാല്യൂ ഓറിയൻറ്റഡ് ആയ കൾച്ചർ ഓറിയൻറ്റഡ് ആയ ലെവലിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ പോസിറ്റീവ് സൈക്കോളജിയുടെ ആ ഒരു വരവ് സോഷ്യൽ സൈക്കോളജിയുടെ ആ ഒരു ഏരിയയെ അല്ലെങ്കിൽ അതിൻ്റെ ചിന്തയുടെ വശങ്ങളെ ഒന്ന് ബ്രോഡൻ ചെയ്യുകയാണ് ചെയ്തത്. അതായത് ചിലപ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുക കുറച്ച് കാശുണ്ടായാൽ എല്ലാമായി എന്നാണ്. അല്ലെങ്കിൽ എന്താ പറയുക, കുറച്ച് സ്വത്തും ഭൂമിയും അതൊക്കെ ഉണ്ട്. എത്ര ആൾക്കാരുണ്ട് ഭൂമിയൊക്കെ ഉണ്ടായിട്ട് സമാധാനം ഇല്ലാത്തവർ, അല്ലേ? വലിയ കാറും കോടീശ്വരനൊക്കെ ആയിരിക്കും, പക്ഷേ മനസ്സമാധാനം ഉണ്ടാവില്ല. കാരണം വീട്ടിൽ ഭാര്യയായിട്ടോ അല്ലെങ്കിൽ മക്കളുമായിട്ടോ അല്ലെങ്കിൽ ഉറ്റവരുമായിട്ട് സുഖം ഉണ്ടാവില്ല. അപ്പോൾ അവിടെ എന്താണ്, ഒരു വാല്യൂ നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ഇൻറ്റിമസി നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ അവരുടെ ഇടയിൽ ഇൻ്റഗ്രേഷൻ നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ അവരുടെ ഇടയിൽ ഒരു എന്താ പറയുക കൊടുക്കലും വാങ്ങലും അണ്ടർസ്റ്റാൻഡിങ് അതൊക്കെ നഷ്ടപ്പെടുന്നു. ഇതൊക്കെ പോസിറ്റീവ് സൈക്കോളജി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു സമൂഹത്തിന്റെ പൂർണ്ണമായ വളർച്ചയ്ക്ക് പല മൂല്യങ്ങളും വ്യക്തികൾ കൊണ്ടുവരേണ്ടതുണ്ട്, സമൂഹം കീപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇതൊക്കെ പോസിറ്റീവ് സൈക്കോളജിയിൽ നിന്ന് കിട്ടുന്നതാണ്. അത് സോഷ്യൽ സൈക്കോളജിയുടെ മറ്റു ചില കോൺസെപ്റ്റുകളെ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിലേക്ക് ബ്രോഡൻ ചെയ്യുന്നു. അപ്പോൾ ഈ മേഖലയിലും പോസിറ്റീവ് സൈക്കോളജിയും സോഷ്യൽ സൈക്കോളജിയും തമ്മിൽ കണക്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഇനി സൈക്കോളജി ഓഫ് റിലീജിയനെ കുറിച്ചും റിലീജിയന്റെ ആവശ്യകതയെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. സ്പിരിച്വാലിറ്റിയും റിലീജിയനും രണ്ടായിട്ടാണ് കാണുന്നത്. എന്തായിരുന്നാലും ഇത് രണ്ടും, സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാലും റിലീജിയൻ എന്ന് പറഞ്ഞാലും രണ്ടും എന്താണ്, ഒരു 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 മോറൽ കോഡുകൾ അല്ലെങ്കിൽ ചില ഫെയ്ത്തുകളെയാണ് ഉൾക്കൊള്ളുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സൈക്കോളജിയിൽ നിന്ന് മനസ്സിലാക്കിയ, അല്ലെങ്കിൽ നമ്മൾ സാധാരണ മനസ്സിലാക്കിയിട്ടുള്ള ചില റിലീജിയസ് കോൺസെപ്റ്റിൻ്റെ അപ്പുറത്തേക്ക് കുറച്ചും കൂടി വിശാലമായി ചിന്തിക്കുവാനും, വാല്യൂ ഫോക്കസ്, മീനിങ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ജീവിതത്തിനൊരു മൂല്യം, ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടില്ലേ വിക്ടർ ഫ്രാങ്കലിന്റെ കോൺസെപ്റ്റുകളൊക്കെ, അല്ലേ? സാലിഗ്മാന്റെ കാഴ്ചപ്പാടുകളൊക്കെ അതാണ് കൊടുക്കുന്നത്. അതായത് ജീവിതത്തിൽ അർത്ഥം വേണം, ജീവിച്ച് കഴിയുമ്പോൾ നമുക്കൊരു വാല്യൂ ഓറിയന്റഡ് ആയിരിക്കണം. അപ്പോൾ കേവലം ഒരു സുഖം അല്ലെങ്കിൽ കേവലം ഒരു അനുഭൂതി മാത്രം പോരാ, അതൊന്നും കൂടി പെർസിസ്റ്റന്റ് ആയ, എവർലാസ്റ്റിംഗ് ആയ, അതല്ലെങ്കിൽ ട്രാൻസിയൻസ് ഉള്ള, അതായത് എന്നിൽ നിന്നും പിന്നെ അടുത്തൊരു തലമുറയിലേക്ക്, അല്ലെങ്കിൽ ഞാനിവിടെ ജീവിച്ചു പോയാലും ഞാൻ സ്മരിക്കപ്പെടുന്ന, അല്ലെങ്കിൽ എനിക്ക് എന്നും എന്നും ശാശ്വതമായ ഒരു സംതൃപ്തി ഉണ്ടാകണം എന്നൊക്കെയുള്ള ചിന്തകൾ പോസിറ്റീവ് സൈക്കോളജി കൊണ്ടുവന്നാണ്. അപ്പോൾ അത് തന്നെയാണ് റിലീജിയനും പഠിപ്പിക്കുന്നത്. കേവലം ജീവിതമല്ല, ഈ ജീവിതത്തിന്റെ അപ്പുറത്തേക്ക് കുറച്ച് കൂടെ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും പരസ്പര കണക്റ്റഡ്. അപ്പോൾ റിലീജിയനിലെ ചില കോൺസെപ്റ്റുകൾ പോസിറ്റീവ് സൈക്കോളജിയിലെ ചില കോൺസെപ്റ്റുകളായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. ഇത് എന്താണ്, സൈക്കോളജിയിലെ പല ആശയങ്ങളെയും സപ്പോർട്ട് ചെയ്യുകയും ബ്രോഡൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൈക്കോളജിയിൽ പറയുന്ന ഓരോരോ ഏരിയകൾ എടുത്തിട്ട് അത് പോസിറ്റീവ് സൈക്കോളജിയിൽ എത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അല്ലെങ്കിൽ പല ആശയങ്ങളെയും പോസിറ്റീവ് സൈക്കോളജി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക്. ഇനി പോസിറ്റീവ് സൈക്കോളജി, അതിൻ്റെ ആപ്ലിക്കേഷൻ. പോസിറ്റീവ് സൈക്കോളജിയെ കുറിച്ച് നമ്മൾ പഠിച്ചു. 1990കളുടെ അല്ലെങ്കിൽ 2000ന്റെ തുടക്കത്തിലാണ് വന്നിട്ട് തന്നെ 20-22 വർഷമായിട്ടുള്ളൂ, അല്ലേ? എങ്കിലും അത് ജീവിതത്തിന്റെ വ്യത്യസ്തമായ മേഖലകളിൽ അത് അപ്ലിക്കബിൾ ആണ്, അല്ലെങ്കിൽ അപ്ലൈഡ് ആണ്. നമ്മൾ അറിഞ്ഞും അറിയാതെയും പോസിറ്റീവ് സൈക്കോളജി നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പോസിറ്റീവ് സൈക്കോളജി പഠിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞും അറിയാതെയും അത് നമ്മുടെ ജീവിതത്തിന്റെ വ്യത്യസ്തമായ മേഖലകളിൽ അത് സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് പഠിപ്പിക്കുന്നത്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളായിരുന്ന അവർ പൊതുവെ ഈ സാലിഗ്മാനും പോൾ ടി വോങ്ങും ഇവർ രണ്ടുപേരും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളായിരുന്നു എങ്കിലും അവരെന്തായത് ഹ്യൂമന്റെ എൻഹാൻസ്മെന്റിന് വേണ്ടി ശ്രമിച്ചവരായിരുന്നു.
അവര് രണ്ടുപേരും ഈ ഒരു പുതിയ ശാസ്ത്രശാഖ സൈക്കോളജിയുടെ പുതിയൊരു ശാസ്ത്രശാഖ കൊണ്ടുവരുന്നത് തന്നെ അന്നുണ്ടായിരുന്ന സമൂഹത്തിലെ ചില പ്രശ്നങ്ങൾക്ക് അവരനുഭവിക്കുന്ന അല്ലെങ്കിൽ അവർ മനസ്സിലാക്കിയ ചില പ്രശ്നങ്ങൾക്ക് എങ്ങനെ പരിഹാരം കാണാം. പ്രത്യേകിച്ച് വാല്യൂ ഇല്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ജീവിതത്തിനൊരു ലക്ഷ്യമില്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ജീവിതത്തിൽ കേവലം ഒരു ഭൗതിക സുഖം, ഒരു നൈമിഷിക സുഖം എന്നതിനേക്കാൾ ഉപരി അപ്പുറത്തേക്ക് കുറച്ചുകൂടി എവർലാസ്റ്റിംഗ് ആയ സുഖങ്ങൾ എങ്ങനെ നേടിയെടുക്കാമെന്ന ആ ഒരു ചിന്തയാണ്. ആ ചിന്തയാണ് പോസിറ്റീവ് സൈക്കോളജിയിലേക്ക് കാരണമായതെന്ന് അല്ലേ? ആ ഒരു ചിന്ത കാരണം അത് മനുഷ്യന്റെ വ്യത്യസ്തമായ മേഖലകളിൽ അത് സ്വാധീനിക്കുകയാണ് ചെയ്തത്. ഉദാഹരണം പറയുകയാണെങ്കിൽ എഡ്യൂക്കേഷനിലേക്ക് എടുക്കുകയാണെങ്കിൽ കുട്ടികളുടെ പഠനം കുട്ടികളുടെ പഠനം രസകരമാകാനും അത് കുറച്ചുകൂടി ഇഫക്റ്റീവ് ആകുവാനും ഈ പോസിറ്റീവ് സൈക്കോളജിയിലെ ചില കോൺസെപ്റ്റുകൾ എന്ത് ചെയ്യുന്നത് സഹായിക്കുന്നു. ഉദാഹരണം മോട്ടിവേഷൻ എന്നത്. ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ വലിയ പ്രഷറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കുട്ടികൾ സുഖമായിട്ട് പഠിച്ചോളും. നമ്മളങ്ങനെയാണല്ലോ. വെള്ളം കുടിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു പശുവിന്റെ മുന്നിൽ വെള്ളം കൊണ്ടുവച്ചാൽ മതി. നമ്മളതിന് പ്രഷർ ചെയ്യേണ്ട ആവശ്യമില്ല. അത് കുടിച്ചോളും. ഇതുപോലെ തന്നെ പഠിക്കണമെന്ന ചിന്തയുള്ള കുട്ടിക്ക് വിഷയം പറഞ്ഞു കൊടുത്താൽ മതി. അവൻ പഠിച്ചോളും. അവനെ അടിക്കുകയോ കുത്തുകയോ ചെയ്യണ്ട. അപ്പോൾ ആ ഒരു മോട്ടിവേഷൻ വിത്തിൻ സെൽഫ് ഉണ്ടാവണം. അത് ഉണ്ടാക്കാനുള്ള എൻവയോൺമെന്റുകൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ട സിലബസും അതിന് വേണ്ട എൻവയോൺമെന്റും അതിന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചറും ഒരുക്കുക. എന്നിട്ട് കുട്ടിയെ പഠിപ്പിക്കുക എന്നതാണ് വേണ്ടത്. അതല്ലാതെ കുറെ കുട്ടിയെ അടിക്കുകയും കുത്തുകയല്ല വേണ്ടത്. മറിച്ച് കുട്ടിക്ക് ക്ലാസ്സിലേക്ക് വരാൻ, ക്ലാസ്സിൽ നിന്ന് പഠിക്കാൻ, ഭാവിയെക്കുറിച്ച് ചിന്തിച്ച് വല്ലതും നേടിയെടുക്കാനുള്ള ഒരു ചിന്ത ഉണ്ടാക്കണം. അപ്പോൾ ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്നതാണ് പഠനം എളുപ്പമാക്കാനുള്ള മാർഗം, അല്ലെങ്കിൽ പഠനം ഒന്നുകൂടി ഇഫക്റ്റീവ് ആക്കാനും ഈസി ആക്കാനുള്ള മാർഗം എന്നത് പോസിറ്റീവ് സൈക്കോളജിയുടെ കോൺസെപ്റ്റാണ്. അതുപോലെ തന്നെ കുട്ടികളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പഠനത്തിന്റെ ഭാഗമായിട്ട് അവരുടെ പോസിറ്റീവ് അഫക്റ്റുകൾ ഉണ്ടാവും. ഇമോഷൻസ് പോസിറ്റീവ് ആയിരിക്കണം, അവരുടെ ഫീലിങ്സ് പോസിറ്റീവ് ആയിരിക്കണം. മാത്രമല്ല, ഈ പോസിറ്റീവ് സൈക്കോളജിയിലെ പല കോൺസെപ്റ്റുകളും മനുഷ്യന്റെ കുട്ടികളുടെ ക്രിയേറ്റിവിറ്റിയെ വർദ്ധിപ്പിക്കുന്നതാണ്, ക്രിയേറ്റിവിറ്റിയെ ഉത്തേജിപ്പിക്കുന്നതാണ്. അപ്പോൾ എഡ്യൂക്കേഷൻ ഫീൽഡിൽ പോസിറ്റീവ് സൈക്കോളജിയുടെ പല കോൺസെപ്റ്റുകളും സഹായകമായിട്ടുണ്ട്. അതിൽ വലിയ പ്രൊഡക്റ്റീവായ ഔട്ട്പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി സൈക്കോതെറാപ്പിയുടെ മേഖലയിൽ എടുക്കുകയാണെങ്കിൽ സൈക്കോതെറാപ്പിയിൽ പോസിറ്റീവ് സൈക്കോളജി എല്ലാം ഉപയോഗപ്പെടുത്താം. കാരണം സൈക്കോതെറാപ്പിയിൽ നമ്മൾ എന്താ പഠിക്കുന്നത്, മാനസികമായ പ്രശ്നങ്ങളുള്ള കുട്ടികളെ അല്ലെങ്കിൽ വ്യക്തികളെ കൈകാര്യം ചെയ്യാനുള്ള ടെക്നിക്കുകളാണല്ലോ. അവിടെ പോസിറ്റീവ് സൈക്കോളജിയിൽ പറയുന്ന പല ആശയങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗപ്പെടുത്താൻ പറ്റും. കാരണം ഡിപ്രഷൻ ഉള്ള, ആങ്സൈറ്റി ഉള്ള ആൾക്കാർ ആത്മഹത്യയിലേക്ക് പോകുകയാണെങ്കിൽ അവന്റെ കാരണം ജീവിതത്തിൽ പ്രതീക്ഷ ഇല്ല എന്നുള്ളതാണ്. പക്ഷേ പ്രതീക്ഷ നൽകുക, എങ്ങനെ ഹോപ്പ് കൂട്ടാം, ഹോപ്പിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്, ഹോപ്പ് ഇല്ലായ്മ എങ്ങനെ അഡ്രസ്സ് ചെയ്യാമെന്നുള്ള പോസിറ്റീവ് സൈക്കോളജി പറയുന്നുണ്ട്. ജീവിതത്തിൽ പലപ്പോഴും ഞാൻ ഇനി എന്തിനു ജീവിക്കണമെന്ന ചിന്ത അല്ലെങ്കിൽ വലിയൊരു ചോദ്യചിഹ്നം ഉണ്ടാവും. അവിടെ മീനിങ് കൊടുക്കുക. അദ്ദേഹത്തിന്റെ ലൈഫിന് ഒരു ഡൈവോഴ്സ് ചെയ്യപ്പെട്ട ഒരു സ്ത്രീ, അല്ലെങ്കിൽ പെട്ടെന്ന് ഹസ്ബൻഡ് മരണപ്പെട്ടു പോയ, അല്ലെങ്കിൽ ഭാര്യ മരണപ്പെട്ട ഒരു വ്യക്തി, അവരുടെ മുന്നിൽ വലിയൊരു ചോദ്യമായിരിക്കും. ഇപ്പോൾ വയനാട്ടിലെ ജനങ്ങൾ, കുട്ടികൾ, അവർക്ക് ജീവിതത്തിന് മീനിങ് കൊടുക്കുക. വ്യക്തികൾക്ക് ജീവിതത്തിന് കേവലം ഒരു ഇതല്ല, അതിനപ്പുറത്തേക്ക് ഒരു മീനിങ് കൊടുക്കുക എന്നത്. അങ്ങനെ മീനിങ് കൊടുത്തുകൊണ്ട് എന്താണ് ഈ മാനസികമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകാം. അതുപോലെ തന്നെ സെൽഫ് ഹീലിംഗ് ടെക്നിക്കുകൾ. പലപ്പോഴും നമ്മൾ നമ്മുടെ മനസ്സിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ തന്നെ ശരിക്ക് അതിന്റെ മറ്റൊരു വശം ആലോചിക്കുകയാണെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും ദുരിതവും ബുദ്ധിമുട്ടും എനിക്കില്ലായ്മയുമാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്കതില്ലല്ലോ, എനിക്കിതില്ലോ. നേരെ തിരിച്ച് എനിക്ക് ഇതുണ്ടല്ലോ, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ ആകാൻ കഴിഞ്ഞല്ലോ, എനിക്കിത് നേടാൻ കഴിഞ്ഞല്ലോ, ഓ അതിന് ഞാൻ ദൈവത്തോട് നന്ദി കാണിക്കേണ്ടേ, അത് ഇല്ലാത്തവർ എത്രയുണ്ട് എന്ന ആ രീതിയിൽ സെൽഫ് ഹീൽ ചെയ്യുക. അതുപോലെ തന്നെ മനസ്സിലെ ഈ ചില കോൺസെപ്റ്റുകൾ, ഈ തിയറികളൊക്കെ സൈക്കോ തെറാപ്പിയിൽ ഇന്ന് ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ സൈക്കോ തെറാപ്പിയുടെ ഡെവലപ്മെന്റ് ഇത് ആപ്ലിക്കബിൾ ആണ്. ഈ കോൺസെപ്റ്റുകളൊക്കെ ഈ ഫാമിലി ലൈഫ് ഒന്നുകൂടി രസകരമാകാൻ, അതൊന്നുകൂടി പ്രൊഡക്റ്റീവ് ആകാൻ, അതൊന്നുകൂടി എൻഗേജിങ് ആകാൻ, അല്ലെങ്കിൽ ഒന്നുകൂടി ഫറിഷ്ഫുൾ ആകാൻ പോസിറ്റീവ് സൈക്കോളജിയിലെ പല കോൺസെപ്റ്റുകൾ ഉപയോഗിക്കാം. ലവിന്റെ തിയറിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ട്രയാങ്കിൾ ഓഫ് ലവ് എന്നൊക്കെ. പിന്നെ ജനറേറ്റിവിറ്റി എന്ന കോൺസെപ്റ്റ്, അതായത് മനുഷ്യൻ എന്തിനാണ് കല്യാണം കഴിക്കുന്നത്, കേവലം ഒരു ലൈംഗിക സുഖം എന്നതിനേക്കാൾ ഉപരി ജനറേഷൻ നിലനിൽക്കണം അല്ലേ. എനിക്ക് കുട്ടികൾ വേണ്ട എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ എല്ലാവരും വിചാരിച്ചാൽ അടുത്തൊരു തലമുറ ഉണ്ടാവില്ല. മറിച്ച് എന്താണ്, എന്നെ പോലെ എൻ്റെ ഒരു തലമുറ വേണം അല്ലേ. അങ്ങനെ ഒരു ചിന്ത അത് ഫാമിലിയുടെ സ്ട്രക്ചറിനെയും ഫാമിലിയുടെ നിലനിൽപ്പിനെയും സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലവ് എന്നതും ജനറേറ്റിവിറ്റി എന്നതും കമ്മിറ്റ്മെന്റ്, ആ ഫാമിലിയുടെ ബോണ്ടിനെസ് അല്ലെങ്കിൽ ലവ് പെർഫെക്റ്റ് ആണെങ്കിൽ കമ്മിറ്റ്മെന്റ് വേണം. നമ്മൾ പണ്ട് പഠിച്ചതാണ് ഇന്റിമസി, കമ്മിറ്റ്മെന്റ്, ഇങ്ങനെയൊക്കെയുള്ള. അപ്പോൾ ഈ പോസിറ്റീവ് സൈക്കോളജിയുടെ ഈ കോൺസെപ്റ്റുകളൊക്കെ ഫാമിലി ലൈഫിനെ, നമ്മുടെ കുടുംബ ജീവിതത്തെ ഒന്നുകൂടി സുഭദ്രമാക്കാൻ, ഒന്നുകൂടി സ്ട്രക്ചേർഡ് ആക്കാൻ സഹായിച്ചിട്ടുണ്ട്. അത് ആപ്ലിക്കബിൾ ആണെന്ന് അർത്ഥം. ഫാമിലി ലൈഫിൽ ഈ പറഞ്ഞ കോൺസെപ്റ്റുകളൊക്കെ റിയലി ആപ്ലിക്കബിൾ ആണ്. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഫാമിലി ലൈഫ് ഒന്നുകൂടി രസകരമാകും, സുഖകരമാകും, ആനന്ദദായകമായിരിക്കും. ഇനി വർക്ക് സാറ്റിസ്ഫാക്ഷൻ മേഖലയിൽ പോകുകയാണെങ്കിൽ, ഓതന്റിക് ഇൻവോൾവ്മെന്റ്. ഞാനിപ്പോൾ രാവിലെ ഓഫീസിൽ പോകുന്നുണ്ട്, വൈകുന്നേരം ഓഫീസിൽ നിന്ന് വരുന്നുണ്ട്, അതൊരു മെക്കാനിക്കാണ്. അതിനേക്കാൾ ഉപരി ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ഞാൻ ഉണ്ടെങ്കിലേ അത് നടക്കുള്ളൂ എന്നൊരു ചിന്ത, അല്ലെങ്കിൽ ഇത് ഞാനും കൂടി അങ്ങനെ ഉണ്ടല്ലോ ഒരു ഇൻവോൾവ്മെന്റ്.
നമ്മൾ ഏത് ജോലി ചെയ്യുകയാണെങ്കിലും അതിലൊരു രസം, അതിൽ മുഴുകിയിട്ട് യാന്ത്രികമായി ചെയ്യാതെ അതിൽ മുഴുകുമ്പോഴാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണമായ ഒരു സ്കില്ലും പൂർണ്ണമായ കഴിവും ആ കമ്പനിക്ക് കിട്ടുന്നുള്ളൂ, കമ്പനിയും വളരുന്നുള്ളൂ. അങ്ങനെ ഒരു അവസരം കമ്പനി നൽകിയാലേ ഇവർക്കൊരു, അപ്പോൾ ഈ ഫ്ലോ എന്നൊക്കെ പറഞ്ഞ സാധനം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക അച്ചീവ്മെന്റ് അക്കംപ്ലിഷ്മെന്റ് ഒക്കെ തോന്നണമെങ്കിൽ എന്ത് ചെയ്യണം, ആ ഒരു സാഹചര്യം കമ്പനി ഉണ്ടാക്കി കൊടുക്കണം. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളും തന്നെ അത്രയും കമ്മിറ്റഡ് ആയിരിക്കണം. അപ്പോൾ വർക്ക് ഇൻവോൾവ്മെന്റ്, ഓതന്റിക് ഇൻവോൾവ്മെന്റ്, അതുപോലെ ഫ്ലോ സ്റ്റേറ്റ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചില അധ്യാപകർ ക്ലാസ് തുടങ്ങിയാൽ പിന്നെ അവർ അവസാനിക്കുന്ന അറിയില്ല, ടൈം പോകുന്ന അറിയില്ല. കാരണം അതൊരു ഫ്ലോയിലാണ്. പാട്ട് തുടങ്ങിയാൽ പിന്നെ രംഗം മറന്നു പോകും അവർ. പിന്നെ അതാണ് ഫ്ലോ എന്ന് പറഞ്ഞത്. അത് നമ്മൾ സൈക്കോളജിയിൽ പഠിക്കേണ്ട ഒരു കോൺസെപ്റ്റ് ആണ്. അതുപോലെ തന്നെ മീനിങ് ഫുൾ കോൺട്രിബ്യൂഷൻ, അതൊരു ആറ്റിറ്റ്യൂഡിന്റെ ഭാഗമാണ്. പണ്ട് ഒരു യാത്രക്കാരിങ്ങനെ പോകുമ്പോൾ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവരോട് ചോദിച്ചു, 10-20 ആൾക്കാർ ഭയങ്കര അധ്വാനിക്കുന്നു. അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്യുന്നത്? അയാൾ തിരിച്ചു ചോദിക്കുകയാണ്, നിനക്കറിയില്ലേ ഞാൻ ഈ അധ്വാനിക്കുന്നത് കണ്ടില്ലേ, നിനക്ക് കണ്ണില്ലേ, ഞാൻ ഈ ചെയ്യുന്നത് കണ്ടില്ല പറഞ്ഞിട്ട് അയാൾ തിരിച്ചു വന്നു. വേറെ ആളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ എൻ്റെ മക്കളെ പോറ്റാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പുറത്ത് വേറൊരാളോട് ചോദിച്ചപ്പോൾ ഞാനിവിടെ വലിയൊരു അമ്പലം വരാനിരിക്കുന്നു, ഒരു പള്ളി വരാനിരിക്കുന്നുണ്ട്, ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ഒരു പലരും വരും, ഇവിടെ ദൈവത്തെ പൂജിച്ചുകൊണ്ട് മനസ്സമാധാനം ഉണ്ടാവും, അങ്ങനെ സമാധാനമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ വേണ്ട ഒരു അമ്പലം അല്ലെങ്കിൽ പള്ളി നിർമ്മിക്കുകയാണ്. അപ്പോൾ 3 പേരും ചെയ്യുന്നതൊന്നാണ്, പക്ഷെ ഒരാൾ അതിനെ വീക്ഷിച്ചതല്ല മറ്റൊരു. അതാ പറഞ്ഞത്, സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ശരിയായിരിക്കണം. അപ്പോൾ പൂർണ്ണമായ ഇൻവോൾവ്മെന്റ് നമുക്ക് ഉണ്ട് എങ്കിൽ, പൂർണ്ണമായ ഒരു ഫ്ലോ നമുക്ക് ഉണ്ട് എങ്കിൽ, മീനിങ് ഫുൾ ആയിട്ട് നമുക്ക് ആ വിഷയത്തോട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വർക്ക് സാറ്റിസ്ഫൈബിൾ ആയിരിക്കും, എൻജോയബിൾ ആയിരിക്കും. ആ വർക്ക് കണ്ടീഷൻ നമുക്ക് എൻജോയബിൾ ആയിരിക്കും. നേരെ മറിച്ച് അമ്മായിമോട് ദേഷ്യം പിടിച്ചുകൊണ്ട് അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത് പാത്രങ്ങൾ പൊട്ടുന്ന അറിയില്ല, അതിൽ കിടികിരിക്കുന്ന ശബ്ദമേ കേൾക്കുള്ളൂ, പക്ഷെ അത് സാറ്റിസ്ഫൈ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അവിടെ എന്താണ്, കമ്പനിയിലായാലും ലൈഫിലായാലും. അപ്പോൾ പോസിറ്റീവ് സൈക്കോളജിയിലെ ഈ പറഞ്ഞ കോൺസെപ്റ്റുകളൊക്കെ, ഇൻവോൾവ്മെന്റ് എന്ന കോൺസെപ്റ്റും ഫ്ലോ എന്നതും മീനിങ് ഫുൾനെസ് എന്നുള്ള കോൺസെപ്റ്റും ഒക്കെ പലപ്പോഴും നമുക്ക് ലൈഫിൽ, വർക്കിൽ, മറ്റുള്ള മേഖലകളിൽ ഉപയോഗപ്പെടുത്തുമ്പോൾ ആപ്ലിക്കേഷനാണ്. ഇനി ഓർഗനൈസേഷനിലേക്കും സൊസൈറ്റിയിലേക്കും പോവുകയാണെങ്കിൽ ട്രസ്റ്റ് വർദ്ധിപ്പിക്കും. ഇപ്പോൾ ഏതൊരു ഇത് പറയുകയാണെങ്കിൽ നമ്മൾ കുടുംബമായാലും, കുടുംബങ്ങൾ തമ്മിലുള്ളതായാലും, ഇനി ഒരു കമ്പനി ആയാലും വ്യക്തികൾക്കിടയിൽ ട്രസ്റ്റ് വേണം അല്ലേ? എംപ്ലോയിക്ക് എംപ്ലോയറെയും, എംപ്ലോയർക്ക് എംപ്ലോയിയും ട്രസ്റ്റ് വേണം. ഫ്രണ്ട്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രസ്റ്റ് വേണം. ഭയങ്കര ട്രസ്റ്റും ഇൻറ്റിമസി ഉണ്ടെങ്കിലേ അവിടെ ഒരു പോസിറ്റീവായ ഒരു റിലേഷൻ ഉണ്ടാകുള്ളൂ, പോസിറ്റീവായ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാകുള്ളൂ. അവിടെ വർക്ക് ചെയ്യാൻ സംതൃപ്തി ഉണ്ടാവുള്ളൂ. ഭാര്യ ഭർത്താക്കന്മാരുടെയും കുട്ടികളുടെയും ജ്യേഷ്ഠാഞ്ചന്മാരുടെയും വീട്ടുകാരുടെ ഇടയിലൊക്കെ നല്ല ട്രസ്റ്റ് വേണം അല്ലേ? അങ്ങനെ അതുപോലെ കമ്മ്യൂണിക്കേഷനും വളരെ പോസിറ്റീവ് ആയിരിക്കണം, മീനിങ് ഫുൾ ആയിരിക്കണം, അറ്റൻറ്റീവ് ആയിരിക്കണം, കോൺട്രിബ്യൂട്ടീവ് ആയിരിക്കണം. അതിനേക്കാൾ ഉപരി ആൾട്രൂയിസം വേണം. ആൾട്രൂയിസം എന്ന് പറഞ്ഞാൽ നമ്മളെയും മറന്ന് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി അർപ്പിക്കുന്ന ആ മനോഭാവം. അപ്പോൾ ആൾട്രൂയിസം ഉള്ള, നല്ല കമ്മ്യൂണിക്കേഷൻ ഉള്ള, നല്ല ട്രസ്റ്റ് ഉള്ള കുടുംബമാവട്ടെ, കമ്പനി ആവട്ടെ, സൊസൈറ്റി ആവട്ടെ, അത് എന്നും സംതൃപ്തമായിരിക്കും, ഫ്ലറിഷ്ഡ് ആയിരിക്കും. ഈ പറഞ്ഞ ഈ കോൺസെപ്റ്റുകളൊക്കെ പോസിറ്റീവ് സൈക്കോളജിയിലുള്ളതാണ്. ഇത് കമ്പനിയിലോ സൊസൈറ്റിയിലോ വ്യക്തി ജീവിതത്തിലോ കുടുംബ ജീവിതത്തിലോ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അതൊരു ആപ്ലിക്കേഷനാണ്. ഇനി മോറൽ ക്യാരക്ടേഴ്സ് എടുത്ത് നോക്കുന്നത്, നമുക്കറിയാം മനുഷ്യനുള്ള കുറേ ക്യാരക്ടേഴ്സ്, അതിൽ വാല്യൂ ഓറിയൻറ്റഡ് ആയ പല ക്യാരക്ടേഴ്സും നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടതാണ്. പല ക്യാരക്ടേഴ്സ് നമ്മൾ പഠിക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. പോസിറ്റീവ് സൈക്കോളജിയിൽ ഇങ്ങനെ പഠിക്കാൻ പോകുന്നുണ്ട്. ട്രസ്റ്റ് എന്ന് പറഞ്ഞ സാധനം, അല്ലെങ്കിൽ റെസിലിയൻസ് എന്ന് പറഞ്ഞ സാധനം അല്ലേ? റെസിലിയൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും കീഴടങ്ങാതെ വീണടന്ന് വീണ്ടും എണീറ്റോടുന്ന, അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്ന, അവിടുന്ന് എനർജി എടുത്തുകൊണ്ട് വീണ്ടും ചരിത്രങ്ങൾ സൃഷ്ടിക്കാൻ ഒരു കഴിവാണ്. അതൊക്കെ പോസിറ്റീവ് സൈക്കോളജി നമുക്ക് പഠിപ്പിച്ചു തരുന്ന, അല്ലെങ്കിൽ പോസിറ്റീവ് സൈക്കോളജി എമർജൻസിക്ക് ശേഷം വന്ന ഇതൊക്കെ നമ്മുടെ ക്യാരക്ടർ ബിൽഡിങ്ങിന് സഹായിക്കുന്നുണ്ട്. അപ്പോൾ വ്യത്യസ്തമായ മേഖലകളിൽ പോസിറ്റീവ് സൈക്കോളജിയുടെ പല കോൺസെപ്റ്റുകളും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്ലൈ ചെയ്ത് വിജയിച്ച കമ്മ്യൂണിറ്റികളുണ്ട്. അത് വെച്ചുകൊണ്ടാണ് ഈ പഠനം. നമ്മൾ മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ കമ്മ്യൂണിറ്റിയെ കുറിച്ച് പറഞ്ഞില്ല, ഡോക്യുമെന്റേഷൻ പറഞ്ഞിരുന്നല്ലോ, അതൊക്കെ മനസ്സിലായി. അപ്പോൾ ഇത്രയും പറഞ്ഞു നമുക്ക് മനസ്സിലാക്കാം. കഴിഞ്ഞ ഒരു 20 വർഷം മുമ്പ്, അതായത് 1900-ന്റെ അവസാനം 2000-ന്റെ തുടക്കത്തിൽ വന്ന ഈ പുതിയ ഒരു സയൻസ്, അല്ലെങ്കിൽ പുതിയൊരു സൈക്കോളജി എന്നുള്ളത് ജീവിതത്തിന്റെ അഖില നിഖില മേഖലകളിൽ സ്വാധീനിച്ചിട്ടുണ്ട്. വേരിയസ് ഫീൽഡ്, എഡ്യൂക്കേഷൻ ആകട്ടെ, ഹെൽത്ത് കെയർ ആകട്ടെ, ഓർഗനൈസേഷൻ ആകട്ടെ, ഇഫക്റ്റീവ്നെസ് ആകട്ടെ, എന്ന് വേണ്ട എല്ലാ മേഖലകളും അത് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ഇന്റർ ഡിസിപ്ലിനറി സാധനമാണ്. അതായത് പബ്ലിക് ഹെൽത്ത് മേഖലയിലും, എക്കണോമിക്സിന്റെ മേഖലയിലും, പൊളിറ്റിക്സ്, സയൻസ്, അല്ലെങ്കിൽ എല്ലാ മേഖലയിലും ഈ പോസിറ്റീവ് സൈക്കോളജിയുടെ കോൺസെപ്റ്റുകൾ നമുക്ക് ഉപയോഗപ്പെടുത്താം. എന്നിട്ട് മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ ശ്രദ്ധിക്കാം. അങ്ങനെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലൊക്കെ പൂർണ്ണമായ ഫുൾഫിൽമെന്റ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നാണ് ഈ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്. അതാണ് നിങ്ങളുടെ മുന്നിൽ എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. ഞാൻ നിർത്താതെ പറഞ്ഞിട്ടുണ്ട്,
നിങ്ങൾ ഇനി സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഏതെങ്കിലും ഭാഗങ്ങൾ ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. എന്തായാലും 1-2 കാര്യങ്ങൾ അതിൽ പറയുകയാണെങ്കിൽ നന്നായിരുന്നു. അല്ലെങ്കിൽ ഒന്ന് സംസാരിച്ചോളൂ. ആരും ഇല്ലേ? കേട്ടിട്ടില്ല ആരും? കേട്ടിട്ടുണ്ട്. എനിക്ക് ക്ലിയർ ആവാത്തത് ക്ലിനിക്കൽ സൈക്കോളജി ആൻഡ് പോസിറ്റീവ് സൈക്കോളജി. അത് സാർ ഒന്നും കൂടി ഒന്ന് ചുരുക്കിയിട്ട് പറഞ്ഞുതരും. ഓക്കെ, ക്ലിനിക്കൽ സൈക്കോളജി ആൻഡ് പോസിറ്റീവ് സൈക്കോളജി അല്ലേ? ഞാൻ ആ ഡോക്യുമെന്റ് ക്ലോസ് ചെയ്തു. ആണെങ്കിൽ ഒന്നോട് വേണമെങ്കിൽ ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടോ? ഇല്ല, ഓപ്പൺ ചെയ്യണ്ട സാർ, അതിന്റെ ഒരു ബ്രീഫ് ആയിട്ടുള്ളത് പറഞ്ഞാൽ മതി. ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ മനസ്സിലാക്കിയ എന്താണ്, അതൊരു ക്ലിനിക്കൽ ആസ്പെക്റ്റിലൂടെ നമ്മൾ കാണുന്നുള്ളൂ അല്ലേ? രോഗികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതല്ലേ ആണല്ലോ അല്ലേ? ക്ലിനിക്കൽ സൈക്കോളജിയിൽ നമ്മൾ പഠിക്കുന്ന കുറെ രോഗങ്ങളെ കുറിച്ച് അല്ലേ? അപ്പോൾ രോഗം എന്നൊരു വശം, അല്ലെങ്കിൽ രോഗത്തിന്റെ കാരണങ്ങൾ നിർണ്ണയിക്കുകയും അതിന്റെ സിംറ്റംസ് കണ്ടെത്തുകയും അതിന് പരിഹാരം നിർദ്ദേശിക്കേണ്ടത് മൂന്നാമത്തെ ഒരു വശം ഉണ്ടല്ലോ. ഈ പരിഹാരം നിർദ്ദേശിക്കുമ്പോഴാണ് പോസിറ്റീവ് സൈക്കോളജി വരുന്നത്. പലപ്പോഴും മനുഷ്യന്റെ ഓരോ പ്രശ്നങ്ങൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ക്ലിനിക്കൽ സൈക്കോളജി പഠിക്കുമ്പോൾ MPC 11 പഠിക്കുമ്പോൾ പല രോഗങ്ങളും പഠിച്ചിട്ടുണ്ട് അല്ലേ? DSM ആട്ടെ, അല്ലെങ്കിൽ ICD ആട്ടെ, ഓരോ രോഗങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. പേഴ്സണാലിറ്റി ആട്ടെ, ന്യൂറോട്ടിക് ആട്ടെ, സൈക്കോട്ടിക് ആട്ടെ, ഇങ്ങനെ ഈ ഇതിലൊക്കെ കാരണങ്ങൾ നമ്മൾ കണ്ടെത്തുന്നു, അതിന്റെ സിംറ്റംസ് കണ്ടെത്തുന്നു, പക്ഷെ അതിന്റെ റെമഡിയേഷനിലേക്ക് പോകുന്നില്ലേ? ഈ റെമഡിയേഷൻ എന്ന് പറഞ്ഞത് എന്താണ്? പോസിറ്റീവ് സൈക്കോളജിയുടെ കോൺസെപ്റ്റുകളാണ്. അപ്പോൾ ക്ലിനിക്കൽ സൈക്കോളജിയുടെ ഒരു നെഗറ്റീവ് ആസ്പെക്ട്, അല്ലെങ്കിൽ പ്രശ്നം പരിഹരിക്കുക എന്നതിനെ സൊല്യൂഷൻ കണ്ടെത്തുകയും അതിനെ ഒന്നുകൂടി പോസിറ്റീവ് ആക്കുകയും അത് ഒരു പോസിറ്റീവ് ആസ്പെക്റ്റിലേക്ക് കൊണ്ടുവരുവാനും എന്തായിട്ടുണ്ട്, നമ്മളെ ക്ലിനിക്കൽ സൈക്കോളജി സഹായിച്ചിട്ടുണ്ട്. അതാണ് അതിൽ ആകെത്തുക. ഹോപ്പ് കൊടുക്കുക, അക്കംപ്ലിഷ്മെന്റ്. പോസിറ്റീവ് സൈക്കോളജിയിൽ പറയുന്ന കുറെ കോൺസെപ്റ്റുകൾ ഉണ്ടല്ലോ, അതിങ്ങനെ അപ്ലൈ ചെയ്യുക. അപ്പൊ നമ്മൾ തെറാപ്പി പറയുന്ന സമയത്ത് ഇതിൽ പറയുന്ന കോൺസെപ്റ്റുകൾ തെറാപ്പിയുടെ ഭാഗമായിട്ട് കൊടുക്കുക. ഇതാണ് മാർഗം. ക്ലിയർ ആയോ? ക്ലിയർ ആണ് സർ. വേറെ എന്തെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? വേറെ ഡൗട്ടുകളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാൻ തോന്നുന്നു അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നമ്മളെ ഗ്രൂപ്പിൽ അടുത്ത സെഷൻ എന്നാണ് കാണിക്കും. നമ്മൾ പൊതുവെ പ്ലാൻ ചെയ്തിരുന്നത് ശനി, തിങ്കൾ, ബുധൻ എന്നാണ്. ഇപ്പോൾ ബുധനത്തെ ക്ലാസ് കഴിഞ്ഞു. ഇനി മിക്കവാറും ശനിയാഴ്ച ആയിരിക്കും ക്ലാസ് ഉണ്ടാകുക. ശനി കഴിഞ്ഞാൽ പിന്നെ തിങ്കൾ, പിന്നെ ബുധൻ, ആ രീതിയിൽ ഉണ്ടാകുക കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ അറ്റൻഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻ. ക്ലോസ് ചെയ്യാൻ. ഓക്കെ സർ, താങ്ക് യു.